കുട്ടികളില്ലാതെയുള്ള ഞങ്ങളുടെ ആദ്യത്തെ വേളാങ്കണ്ണി യാത്രയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ രാത്രി എറണാകുളം സൗത്തിൽ നിന്ന് 10:00 പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ്സിലാണ് വേളാങ്കണ്ണിയിലേക്ക് പോയത്. യാത്ര പുറപ്പെടും മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു. 8 മണിയായപ്പോഴേക്കും, രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ട്രിച്ചിയിലെത്തിയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഒരു ബോക്സിന് 70 രൂപയാണ്. അതിൽ 4 ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. നമ്മുടെ ഈ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ വേളാങ്കണ്ണി പോയപ്പോൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ താമസിച്ച റൂം ഷാജിച്ചേട്ടൻ്റെ റൂമായിരുന്നു. അപ്പോൾ ആ വീഡിയോ വഴി ഒരുപാട് ചേട്ടന് ഒത്തിരി പേര് കസ്റ്റമേഴ്സ് വന്നു, ഒരുപാട് പേര് അവിടെ പോയി താമസിച്ചു. ചേട്ടൻ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നമ്മളെ ക്ഷണിക്കുകയുണ്ടായത് കേട്ടോ. അപ്പം ചെന്ന ഉടനെ നമ്മളെ ചേട്ടൻ ഇതുവരെ ഞങ്ങൾ വേളാങ്കണ്ണി ഇപ്പോൾ കാണാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതൊരു ബീച്ചാണ്. ഈ വഴി എന്തും മനോഹരമാണെന്ന് നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം നമ്മൾ വേളാങ്കണ്ണി പോകുമ്പോൾ കാണുന്നത്. നല്ലൊരു ബീച്ചായിരുന്നു. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചേട്ടൻ ഇത്തവണ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒപ്പം വന്നു. വേളാങ്കണ്ണി പള്ളിയിലെ തിരക്ക് കാരണം ഇതുവരെ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയുടെ ബീച്ചിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഞങ്ങളെപ്പോലെ ഇങ്ങനെ പോകാത്തവർക്കും ഈ ബീച്ച് ഒരു രസമായിരിക്കും, എൻജോയ് ചെയ്യാം. അവിടെ ദൂരെ കാണുന്നത് ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണി ബീച്ച് കേട്ടോ. ഇത് ഭയങ്കര നീളത്തിൽ, എത്ര കിലോമീറ്റർ കേട്ടാ? 15 കിലോമീറ്റർ നീളത്തിൽ നല്ല അടിപൊളി ബീച്ച്. ഇവിടെ വേറെ തിരക്കൊന്നും ഇല്ല, നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഷാജിച്ചേട്ടൻ ഒരു പള്ളിയിലേക്കാണ് കൊണ്ടുപോയി. കുറേ പഴക്കമുള്ള നല്ലൊരു പള്ളി. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുമ്പിൽ കാണുന്ന ആ സൈഡിലൊക്കെയുള്ള ആ പുല്ലൊക്കെ ഇല്ലേ, അവിടെ വന്നിട്ട് കൂട്ടത്തോടുകൂടി ധാരാളം പ്രാവുകൾ ഇരിക്കുമെന്ന്. നമ്മുടെ മൈക്കിൾ മാലാഖയുടെ പേരുള്ളൊരു പള്ളിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇരുന്നപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണിച്ചു തരാനാണ് ഞങ്ങളെ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ അവിടെ ഞങ്ങൾ മുഴുവൻ നടന്നത് ഷാജിച്ചേട്ടൻ്റെ ബുള്ളറ്റിലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബുള്ളറ്റിൽ കയറണമെന്നുള്ളത്. ആ ആഗ്രഹം ഇതോടുകൂടി സാധിച്ചു. ഞങ്ങളത് അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ആ ബുള്ളറ്റ് ാണ് യാത്ര ചെയ്തത്. സന്ധ്യയായപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. കുറേ നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല. പള്ളിയുടെ തൊട്ട് മുന്നിലാണ് ഈ ടീ ബോയ് എന്ന് പറഞ്ഞ കട കേട്ടോ. നമ്മൾ സാധാരണ ചായ കുടിക്കുന്നിടത്തുനിന്നല്ല, ഇത്തവണ ഷാജിച്ചേട്ടൻ്റെ കൂടെ പോയി ടീ ബോയ് എന്നാണ് കുടിച്ചത്. ചായക്ക് അവിടെ വില കൂടുതലാണ്, കാപ്പിക്കും ഒക്കെ കൂടുതലാണ്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പള്ളിയിൽ വന്നു. കുറേ നേരം പള്ളിയിലൊക്കെ ഇരുന്നു. ഇത്തവണ ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണ് കേട്ടോ. ഈ താമസത്തെക്കുറിച്ചും അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മളുടെ സി വിത്ത് എലിസ എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണണം കേട്ടോ. ഫേസ്ബുക്ക് പേജിലും ഉണ്ട്. നമ്മൾ രാവിലത്തെ കുർബാനയ്ക്ക് പോകാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് ഈ റോഡിലൂടെ, ഇത് ഇച്ചിരി ഉള്ളൂ, ഈ റോഡിലൂടെ നടന്നിട്ട് 5ാമത്തെ ഗേറ്റാണ് നമ്മുടെ മലയാളം കുർബാന നടക്കുന്ന പള്ളി. അത്ര അടുത്താണ്. ഇത് കണ്ടോ, നമ്മൾ സാധാരണ ഭയങ്കര തിരക്കുള്ള റോട്ടിൽ കൂടി, മെയിൻ റോട്ടിൽ കൂടി അല്ലേ പോവുക പള്ളിയിലേക്ക്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് നടന്നു പോവാം. ബസ്സും വേറെ തിരക്കൊന്നുമില്ല. ഈ വഴി ചെന്നെത്തുന്നത് നമ്മുടെ മാതാക്കുളം പള്ളിയുടെ ബാക്ക് സൈഡിലെ ഗേറ്റിലാണ് കേട്ടോ. അതിലൂടെ കടന്ന് നമ്മൾ മാതാക്കുളം പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ നിന്ന് സൈഡിലൂടെ മലയാളം കുർബാനയ്ക്കുള്ള പള്ളി, നമ്മുടെ മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്കുള്ള എൻട്രൻസ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ആ ഏരിയയൊക്കെ കണ്ടോ. അപ്പം അങ്ങോട്ട് നമ്മൾ അതിലൂടെ ആ ഗേറ്റിൽ കൂടെ കടന്ന് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ വാങ്ങാൻ പോകത്തില്ലേ, ആ ഏരിയയാണ്. അതാണ് ഈ മാതാകുളം പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ 9 മണിക്കുള്ള മലയാളം കുർബാന നമ്മൾക്ക് ഒട്ടും തിരക്കൊന്നും ഇല്ലായിരുന്നു. മലയാളികൾ മാത്രമല്ല, മറ്റ് ഭാഷക്കാരും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിയും അതുപോലെ പിന്നെ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള ആ ഒരു ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളെ ഷാജിച്ചേട്ടൻ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത്. രാവിലെ അവിടെ തന്നെയാണ് കഴിച്ചത്. നല്ല കിഡിലനൊരു ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഷാജിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ മെയിൻ ചാനലിൽ സി വി തെൽസയിൽ ചേട്ടനോട് വിളിച്ച് ചോദിച്ചാൽ മതി പോകുന്നവർ. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പൈസ മുടക്കുന്നത് വെറുതെ ആവില്ല. നല്ല ഊണാണ്, നല്ല സൂപ്പർ ഫുഡാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ചായ, അവിടെ ഒരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ കാണുന്നത്. അതായത് ഇതൊരു ചായ പാഴ്സൽ, ഇത് ഷാജിച്ചേട്ടൻ്റെ കുറച്ച് അവിടെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി വാങ്ങിയ ചായയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചു. പിന്നെ വൈകുന്നേരത്തെ ട്രെയിനിന് നമ്മളെ ഷാജിച്ചേട്ടൻ വേളാങ്കണ്ണിയിലെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടു. അവിടെ നിന്ന് നമ്മൾ പാസഞ്ചറിൽ കയറി നാഗപട്ടണത്ത് വന്നു. 100 രൂപയ്ക്ക് ഇത്രയും മാങ്ങയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു പോന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ പോകാത്ത സ്ഥലങ്ങളിലൂടെ എല്ലാം ഇത്തവണ പോകാൻ പറ്റി. താങ്ക് യു, ടേക്ക് കെയർ.